അല്ല, അതാണ് അന്ന് ഒരു അവാർഡ് ദാന ചടങ്ങത്തിലുള്ള സഖാവ് ഇ കെ നായനാർ പറഞ്ഞു, ഇതൊക്കെ ശരി തന്നെ, പക്ഷെ ഞങ്ങളാരും പ്രേമിക്കാൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇത് പിന്നെ നിരഞ്ജനയുടെ കൃതിയിൽ നിന്ന് താങ്കൾ ഉൾക്കൊണ്ട് ചെയ്തതാണോ? അല്ല, നിരഞ്ജനയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പലതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നിലയിൽ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ചിരികണ്ഠൻ്റെ സഹോദരി അമ്മയുടെ അനിയത്തിമാരിൽ ഒരാളെ ജീവിച്ചിരിപ്പുണ്ട്. ചിരികണ്ഠൻ്റെ ബന്ധുക്കളോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇവരുടെ കർഷക സംഘത്തിൻ്റെ നേതാവായിരുന്ന കെ പി വെള്ളുങ്ങ എന്ന് പറയുന്ന ആളാണ്. വെള്ളുങ്ങ അവിടെ കയ്യൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അന്ന് ഓർമ്മകൾ ഏതാണ്ട് മങ്ങി തുടങ്ങിയെങ്കിലും പക്ഷേ സമരകാര്യങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായി എല്ലാം ഓർക്കുന്ന ആളുമാണ്. അപ്പോൾ കെ പി വെള്ളുങ്ങയോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ തൂക്കിലേറ്റാൻ വിധിക്കുകയും പ്രായപൂർത്തിയാകാതെ കാരണം വിടുകയും ചെയ്ത ചൂരിക്കാട്ട് കൃഷ്ണൻ നായർ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുണ്ട്. അപ്പോൾ കൃഷ്ണൻ നായർക്ക് അന്ന് 16 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ കൃഷ്ണൻ നായർക്ക് വളരെ കൃത്യമായ ഓർമ്മകളുണ്ട് ഇവരുടെ ഇത്. പിന്നെ ഇവരങ്ങനെ ഒരു അമാനുഷികന്മാരായി കാണേണ്ട കാര്യവുമില്ല. ഈ മരിച്ചുപോയ 4 പേരെക്കുറിച്ച്, തൂക്കിലേറ്റപ്പെട്ട 4 പേരെക്കുറിച്ച്. കാരണം അവിടുത്തെ ആ മണ്ണിൽ ജനിച്ചു വളർന്ന സാധാരണ മനുഷ്യരായിരുന്നു. അവരാരും നേതാക്കളായിരുന്നേ ഇല്ല. പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം അവരാരും നേതാക്കളായിരുന്നില്ല. കർഷക സംഘമായിരുന്നു ഈ സമരമൊക്കെ സംഘടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പിന്നീട് രൂപം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷേ ഇവരുടെ നേതൃത്വ സ്ഥാനത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല. ഇവർ മജ്ജയും മാംസമുള്ള കൃത്യമായ ചെറുപ്പക്കാർ തന്നെയായിരുന്നു. അവർക്ക് പ്രണയം നിഷിദ്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ആർക്കും ഈ പ്രണയം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ വന്ധ്യത അവർക്കിടയിലുണ്ട് എന്ന്. അതാണ് പ്രണയ സങ്കല്പത്തോടെ പ്രണയം തീമിനോട് കുറച്ച് ഇപ്പോൾ ചില്ല് എന്ന് പറഞ്ഞ സിനിമ വളരെ നല്ല പാട്ടുകൾ ഉണ്ടായ ഒരു സിനിമ, വളരെ വേറിട്ട രീതിയിലാണ് ചില്ല്. മഴയുടെ പ്രണയത്തെപ്പറ്റി പ്രതിപാദിച്ചു, മഴയിലും പ്രണയം വന്നു. ഇപ്പം മകരമഞ്ഞ് എന്ന് പറഞ്ഞ സിനിമ വരാൻ പോകുന്നു. സന്തോഷ് ശിവനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചു. സ്വാതി തിരുനാളിലും പ്രണയത്തിൻ്റെ കടമുണ്ട്. പ്രണയം ശ്രീ ലെനിൻ രാജേന്ദ്രനെ വിട്ടുമാറുന്നില്ല. ജീവിതത്തിൽ താങ്കൾ പ്രണയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രണയം? മനുഷ്യബന്ധത്തിലെ ഏറ്റവും അനിവാര്യമായ ഏറ്റവും വിശുദ്ധമായൊരു അനുഭവം ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റികളിൽ ചിലതൊക്കെ കുറച്ച് പുറകിലേക്ക് കൊണ്ടുപോയെന്ന് വരാം. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരാൾക്ക് ആ യുദ്ധം നടക്കുന്ന ആ ഘട്ടങ്ങളിൽ അയാൾക്ക് അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ ഒരു കിട്ടുന്ന ആ ഏത് നിമിഷവും, പ്രത്യേകിച്ച് സ്വകാര്യ നിമിഷങ്ങളിൽ അയാൾ തൻ്റെ പ്രിയപ്പെട്ട പലതിനോടും സംസാരിക്കാൻ ആയിരിക്കും ആഗ്രഹിക്കുക. അങ്ങനെ ഇപ്പോൾ കാൾ മാർക്സ് അദ്ദേഹം പ്രണയിച്ചിരുന്നു, ജീവിത അവസാനം വരെ പ്രണയിച്ചിരുന്നു. അദ്ദേഹം പ്രണയ കവിതകൾ എഴുതിയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തൻ്റെ ഭാര്യയെ തന്നെയാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏത് വിപ്ലവകാരിയെ നമ്മൾ എടുത്തു നോക്കുമ്പോഴും അവരുടെ ഉള്ളിലെല്ലാം പ്രണയം എന്നുള്ള വികാരം വളരെ ഈ അടുത്ത ഒന്നായി കാണാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, അതല്ലെങ്കിൽ ദൈവികമായി സങ്കല്പിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ പ്രണയം നിഷിദ്ധമാണ് എന്നുള്ളത് ഇതുണ്ട്. അത് നമ്മുടെ ഒരു കാപട്യത്തിൽ നിന്ന് ഉണ്ടാകുന്നു. എല്ലാവരും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രണയിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഒന്നിലേറെ പേരെ പ്രണയിച്ചു എന്നുള്ള, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടും മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ആ നിലയിലേക്ക് നമ്മളിതിനെ കണ്ടേകൂടാ. പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളൊരു വികാരമാണ്. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത്, അവർക്ക് പറയാനുള്ളത്, അവരുടെ അനുഭവതലങ്ങളിലേക്ക് കൈവരുന്നത്, ഇതൊക്കെ പ്രണയത്തിൻ്റെ ചില
ഊടും പാവും കൂടെ ചേർന്ന നിലക്കാൻ. അങ്ങനെയാണ് ഇപ്പോൾ സ്വാതി തിരുനാളിൽ പ്രണയം വരുന്നത്. ഞാൻ സ്വാതി തിരുനാളിലേക്ക് എടുത്തു പറയാൻ കാരണം കുറേയേറെ വിമർശനങ്ങൾ അക്കാര്യത്തിൽ വന്നതുകൊണ്ടാണ്. ഈ സ്വാതി തിരുനാൾ പിന്നെ അദ്ദേഹത്തെ ഞാൻ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപം ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവരുടെ കാഴ്ചയിൽ സ്വാതി തിരുനാൾ ഒരു ദിവ്യപുരുഷനാണ്, ഒരു അവതാരമായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല സ്വാതി തിരുനാൾ എന്നുള്ള ചരിത്രം പഠിക്കുന്ന ആൾക്കും മനസ്സിലാവും. ഏത് മനുഷ്യനെയും പോലെ തന്നെയായിരുന്നു സ്വാതി തിരുനാളും. അദ്ദേഹം പിന്നെ സാന്ദർഭികവശാൽ അദ്ദേഹം രാജാവായിരുന്നു എന്ന് മാത്രം. പക്ഷെ മറ്റെല്ലാ വികാരങ്ങളും അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കലയെ ഏറെ സ്നേഹിക്കുകയും അതുപോലെ കലാകാരെ അങ്ങേയറ്റം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നത്. അദ്ദേഹം ഒന്നിലേറെ വിവാഹം കഴിച്ചു എന്നുള്ളതിന് തെളിവുകളുണ്ട്. പക്ഷെ ഇത്തരം തെളിവുകൾ കൂടെ ഒന്നും അന്വേഷിക്കാതെ കണ്ട് അഥവാ ഉള്ള തെളിവുകളെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് ഈ സ്വാതി തിരുനാളിന് അങ്ങനെ ഒരു സ്ത്രീയോടും ബന്ധമില്ല എന്നുള്ള അവരുടെ ഒരു വിശ്വാസമാകാം. അത് ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷേ അത് വിശ്വാസം മറ്റുള്ളവരുടെ പേരിൽ ശരിയാണെന്ന നിലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണ്. അപ്പോൾ മഴയെന്നൊക്കെ പറയുന്നത് അതിൻ്റെ തീമിൻ്റെ വളരെ ആവശ്യമായ പ്രണയത്തിൻ്റെ